Friends, welcome back to a channel. World of Tailor Bird-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്മസിന്റെ മൂന്നാമത്തെ ക്രാഫ്റ്റാ ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്കൊരു ക്രിസ്മസ് ട്രീ ചെയ്യാം. അതിനായിട്ട് ഗ്രീൻ പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ തെർമോക്കോ ബോൾസ് എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഗ്ലൂ എടുത്ത് വെച്ചിട്ടുണ്ട്, സിസേഴ്സ് ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒന്ന് ചെറിയ പേപ്പർ എടുത്തിട്ടുണ്ട്, നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ വരച്ച് അല്ല ഇങ്ങനെ വെച്ച് ഇനി നമുക്ക് ഇങ്ങോട്ടേക്കും ഫോൾഡ് ചെയ്ത് ഇങ്ങോട്ടേക്കും ഒരേപോലെ ഫോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എത്രയാണ് ആ സൈസൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് എടുക്കാം. ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു സൈസിൽ ഞാൻ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഇഞ്ച് 1.5 ഇഞ്ച് വീതിയിൽ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു എന്താ പറയുക A4 സൈസ് പേപ്പർ എടുത്തത് അതിങ്ങനെ ഫോൾഡ് ചെയ്ത്, പിന്നെ ഇത് ഈക്വൽ 3 ആയിട്ട് ഫോൾഡ് ചെയ്യുക. അല്ലെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു മെഷർമെന്റിൽ ഫോൾഡ് ചെയ്തിട്ട് ഉണ്ടാവും. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇവിടെ എടുക്കും. അപ്പൊ നമുക്ക് ഈ ഒരു പീസും കൂടെ കിട്ടും. മനസ്സിലായി? കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ തന്നെ നമ്മളിതൊക്കെ കട്ട് ചെയ്ത് വെച്ച് ഇനി നമുക്ക് കോണാക്കാൻ വേണ്ടി ഞാനൊരു വേസ്റ്റ് കാർഡ്ബോർഡ് ചെറിയൊരു ബുക്കിന്റെ ബോർഡ് എടുത്തിട്ടുണ്ട്. ബുക്കിന്റെ പുറത്തെ ഭാഗം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇങ്ങനെ ഒന്ന് കോണായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കണല്ലോ. അതിന്റെ മേലില്ലേ നമ്മൾ ട്രീ ഉണ്ടാക്കുന്നത് ടേബിൾ ടോപ്പാണ്. അപ്പൊ ഇതിനായിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇവിടെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കും. അതിന് ഞാൻ സെല്ലോ ടേപ്പ് ഫസ്റ്റ് ഒന്ന് സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ട് നമുക്ക് പിന്നെ ഗ്ലൂ ഒട്ടിക്കുക. എന്നാലേ അത് നിൽക്കുള്ളൂ. കുറച്ച് തിക്ക് പേപ്പറാണ്. അപ്പൊ അതിനായിട്ട് സെല്ലോ ടേപ്പ് എടുത്തിട്ടുണ്ട്. സെല്ലോ ടേപ്പ് അവിടെ സെല്ലോ ടേപ്പ് ഒഴിച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നേരെ കട്ട് ചെയ്തെടുക്കണം. താഴത്തെ ഭാഗമെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. സെല്ലോ ടേപ്പ് കാരണം ഇത് നിൽക്കാൻ കുറച്ച് പ്രയാസം. അപ്പം നമുക്കൊന്ന് സെല്ലോ ടേപ്പ് കൊണ്ട് ഞാൻ ഒട്ടിച്ചു കൊടുത്തു. ഇനി അഥവാ നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ ഈ കുറച്ച് വലിയതാക്കണമെന്നുണ്ടെങ്കിൽ ബർത്ത്ഡേക്ക് വെക്കുന്ന നമ്മളെ ക്യാപ്പ് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്താലും മതി. ഇതിനായിട്ട് വെക്കാം. ഇനി ഈ ഗ്രീൻ പേപ്പർ എടുക്കുക. ഗ്രീൻ പേപ്പർ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഗ്രീൻ പേപ്പർ ഫസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഒന്നുകൂടെ ഫോൾഡ് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഒരു ലൈന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അതുവരെ നമുക്കൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ആ ലൈന് വരച്ചത് വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ചെയ്താൽ നമുക്ക് ഇങ്ങനെ കാണാം അല്ലേ. ചില സൈഡിൽ മുറിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ മുറിച്ച് കൊടുക്കുക. എല്ലാം മുറിഞ്ഞു കഴിഞ്ഞാൽ ഈ സിസേഴ്സ് കൊണ്ട് തന്നെ ഒന്നിങ്ങനെ ഷേപ്പ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വെക്കാൻ വേണ്ടി ഒരു സ്റ്റാൻഡ് വേണം. പിന്നെ സ്റ്റാൻഡിനായിട്ട് ഒരു കാർഡ്ബോർഡ് കൊണ്ട് കണ്ട ഇങ്ങനെ അല്ലെങ്കിൽ ഒരു പൈപ്പ് എടുത്താലും മതി. PVC പൈപ്പിന്റെ ഒരു ചെറിയത് എടുത്താൽ മതി. ഇപ്പൊ ഞാനൊരു ഇല്ലാത്തതുകൊണ്ട് ഒരു ബുക്കിന്റെ കവർ ഉണ്ട്, അതിനകത്ത് തന്നെ ചുറ്റിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ വെക്കാൻ വേണ്ടി ഒരു റൗണ്ട് പീസ് അതും കാർഡ്ബോർഡ് കട്ട് ചെയ്തിട്ട് ഒരു ബ്രൗൺ പേപ്പറിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഈ സർക്കിൾ ആയിട്ടുള്ള ഭാഗം ഇത് പീസ് നമുക്ക് ഇതിനകത്ത് ഒട്ടിച്ചു കൊടുത്തിട്ട്
അതിന് കണക്കായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഇതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം ഒന്ന് ഒട്ടിച്ചു കൊടുക്കട്ടെ. ഒട്ടിച്ചു കൊടുത്ത് ഇനി ഈ ഭാഗം കട്ട് ചെയ്തെടുക്കുക. ഇതൊക്കെ ഒരു കാർഡ് ബോർഡിൽ ഒട്ടിച്ചു വെച്ചു. ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അല്ല, അതിനായിട്ട് ഞാനൊരു പീസ് എടുക്കുന്നുണ്ട്. ഒരു പീസ് എടുത്ത് നമുക്കിവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഷേപ്പ് ചെയ്ത ഭാഗം ഇങ്ങനെ വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഗമ്മ് പേസ്റ്റ് ചെയ്തിട്ട് ഗമ്മ് പേസ്റ്റ് ചെയ്യുക. ചുറ്റും ഒട്ടിച്ചു കൊടുക്കുക. നമുക്കിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. എല്ലാ സൈഡിലും ഗമ്മിട്ട് കൊടുക്കുക. ഒരറ്റിച്ച് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് മേലോട്ടേക്ക് ചെറിയ പീസൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഓരോ പീസും എടുത്തെടുത്തിട്ട് ഇങ്ങനെ അങ്ങ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലേ. നമുക്കിനി അറ്റത്ത് ഒരു കോണിൽ നമുക്ക് മുറിച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ലാസ്റ്റത്തെ ഭാഗം അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ കോണിനെ ഇതാക്കിയിട്ട് മുറിച്ചിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഉണ്ടോ, നമ്മളിങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ അല്ല ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് എല്ലാ ഭാഗത്തും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത പോലെ കട്ട് ചെയ്യുക. എന്നിട്ട് ഈ അറ്റത്ത് ഇങ്ങനെ ഒന്ന് പോയിന്റിൽ വെച്ച് കൊടുക്കുക. അത് ഇവിടെ ഗമ്മ പേസ്റ്റ് ചെയ്യുക. ഇവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കും. അതേപോലെ അപ്പുറത്തെ സൈഡും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കും. ഇതിന്റെ ഈ ഭാഗങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തന്നെ വെച്ചിട്ട് ഈ ബാക്കിയുള്ള കാർഡ് ബോർഡിൽ ഒരു ഇത് തന്നെ വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുക. വരച്ചെടുക്കുക. എന്നിട്ട് കട്ട് ചെയ്യാം. ഈ ഭാഗം ഒന്ന് വരച്ചെടുത്ത് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ വിഷമമുണ്ടെങ്കിൽ നേരത്തെ ഒന്ന് വരച്ചാലും മതി. ഇങ്ങനെ ചെയ്യാൻ പ്രയാസം ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പോൾ സർക്കിൾ ഒന്ന് വരക്കുക. അല്ലെങ്കിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഇങ്ങനെ ആക്കി വെച്ചിട്ട് ഈ സർക്കിള് വരച്ചെടുക്കാം. ഇങ്ങനെ ആക്കി വെച്ചിട്ട് ഉണ്ടോ അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ആ പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൻ്റെ അകത്ത് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതിനായിട്ട് ഗ്ലൂ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് അവിടെ ഒന്ന് ഒട്ടിക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അവിടെ കുറച്ച് നമുക്ക് ഈ സൈഡിൽ കുറച്ച് ഗ്ലൂ ഒന്നാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക.
ഇതിലേക്ക് ഇടുക. എന്നിട്ട് അവിടെ ഒന്ന് അകലം ഒന്ന് സ്റ്റിക്ക് ആയിക്കോളും. നേരത്തെ ഒട്ടിച്ചത് കാണിച്ചെന്നല്ലോ. ഇനി ഇപ്പോൾ ഇതിന്റെ താഴെ കണ്ട ഇതിന്റെ ഇവിടെ ഒട്ടിച്ച് നമ്മൾ ഈ താഴെയും ഇവിടെ അതേപോലെ റൗണ്ട് കട്ട് ചെയ്ത് വെച്ചതിന്റെ മേലെ രണ്ടും ഒന്ന് സ്റ്റിക്കായിട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന് ഡ്രൈ സ്റ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. അത് ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാനുണ്ട്. സ്റ്റാൻഡിന്റെ അവിടെ ഒന്ന് ഒരു ഗ്ലിറ്റർ പേപ്പർ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റിക്കർ ആയിട്ടുള്ള ഒരു ഗ്ലിറ്റർ പേപ്പർ എടുത്തിട്ടുണ്ട്. അത് വന്നിട്ട് നമുക്ക് ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒരു സ്ട്രിപ്പ് ഞാൻ നേരിയൊരു സ്ട്രിപ്പ് ഇവിടെ ഉണ്ടായിരുന്നു. അതൊന്ന് എടുത്തിട്ട് നമുക്ക് ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ സ്റ്റാൻഡ് വന്ന് ഒന്ന് നമ്മളവിടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നല്ലോ, അതെല്ലാം ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്ത് ഇനി നമുക്ക് അതിന്റെ മേലെ ബാക്കിയുള്ള ഡെക്കറേഷനൊക്കെ ചെയ്യാനുണ്ട്. അതിനായിട്ട് കുറച്ച് തെർമോക്കോ ബോൾസ്, സ്റ്റാർസ് ഇതൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഒരു വലിയൊരു സ്റ്റാർ ഉണ്ടാക്കണം നമുക്ക് മേലെ ടോപ്പിൽ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു സിൽവർ പേപ്പറാണ് എടുത്തത്. കണ്ടോ, ഈ സിൽവർ പേപ്പർ നമുക്ക് അതിനകത്തൊരു സിമ്പിൾ സ്റ്റാർ ഉണ്ടാക്കാം. വെറുതെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട്, അപ്പോൾ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്യാം. നേരെ ഹാഫ് ആക്കിയിട്ട് ഇതൊന്ന് ഫോൾഡ് ചെയ്യാം. ഹാഫ് ആക്കി ഫോൾഡ് ചെയ്ത് എന്നിട്ട് ഇതും ഒന്ന് ഹാഫ് ആക്കിയിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഈ മാർക്ക് ചെയ്തെടുക്കുന്ന നേരെ ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ അത് ഓപ്പൺ ചെയ്ത് സിൽവർ പേപ്പർ ആകുമ്പോൾ കുറച്ച് പ്രയാസമുണ്ട്. എന്നിങ്ങനെ ഇങ്ങോട്ടേക്കും ഫോൾഡ് ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡിലേക്കും ഫോൾഡ് ചെയ്ത് മാർക്ക് ചെയ്ത് വെക്കുക. ഇനി ഇവിടുന്ന് ഈ മാർക്കിലേക്ക് നമ്മളിങ്ങനെ കൊടുക്കുക. ഈ ഫോൾഡ് ചെയ്ത ഭാഗത്തുനിന്ന് ഈ മാർക്കിൽ ഈ ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുത്ത് അവിടുന്ന് ഇത് വെച്ച് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മടക്കുക. ഇനി ഈ ഭാഗം ഇവിടുന്ന് ഇങ്ങോട്ടേക്കും മടക്കുക. ഇത് നേരെ ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്ത് ഇവിടെ ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ നിന്ന് ചെരിച്ചിട്ട് കണ്ടോ, ഇവിടെ നിന്ന് ചെരിച്ചിട്ട് നമ്മൾ ഈ സൈഡാണല്ലോ, രണ്ട് സൈഡും കണ്ടോ. അപ്പൊ ഇവിടെ നിന്ന് ചെരിച്ചിട്ട് നമുക്ക് സ്റ്റാർ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അത് ഓപ്പൺ ചെയ്യുമ്പോൾ സ്റ്റാറിന്റെ ഷേപ്പില് എല്ലാ സൈഡും വന്ന് ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടി സ്റ്റാറിന്റെ ഏകദേശം. അപ്പൊ നമ്മൾ ഇവിടെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഫോൾഡിങ് ഒന്ന് എല്ലാ ഭാഗങ്ങളും ചെയ്ത് കൊടുക്കുക. എല്ലാ സൈഡും നമ്മളിങ്ങനെ ചെയ്ത് ഇതൊന്ന് നീറ്റായിട്ട് കൊടുക്കുക. ഇങ്ങനെ വെറും ഫോൾഡിങ് കൊണ്ട് മാത്രം നമുക്കൊന്ന് സ്റ്റാർ ഉണ്ടാക്കാം. ഉണ്ടോ, എത്ര എളുപ്പമാണത്. അപ്പൊ നമുക്കത് ഈ ടോപ്പില് ഒന്ന് വെച്ചു കൊടുക്കണം. അതിനായിട്ട് കുറച്ച് ഞാൻ ഒരു ടേപ്പ് എടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ ഉണ്ട് അതിന്റെ സ്റ്റാർ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഡെക്കറേഷൻസ് നോക്കാം. അപ്പൊ നമുക്ക് അതിന്റെ ഗ്ലൂ ഉള്ള എന്താ കണ്ട സ്റ്റിക്കറുള്ള സ്റ്റാർ ആണ്, അല്ല പേപ്പർ ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ സ്റ്റിക്കർ അങ്ങ് ഒന്ന് എടുത്ത് കളയാം. എന്നിട്ട് നമുക്ക് ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ബോൾസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് ഗ്ലിറ്റർ പൗഡറിൽ ഇട്ടിട്ട് ഫെവിക്കോൾ വെച്ചിട്ട് ഗ്ലിറ്റർ പൗഡറിൽ ഇട്ടിട്ട് കുറച്ച്, അത് ഒരുപാട് എടുത്തിട്ടില്ല, കുറച്ച് ഭാഗം ഗ്ലിറ്റർ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് കുറച്ച് ഗ്ലൂ ഇവിടെ ഒന്ന് ഞാൻ എടുത്തു. എന്നിട്ട് ആ തെർമോക്കോൾ ബോൾസ് നമുക്കൊന്ന് ഇതിൻ്റെ അകത്തേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഒരു പ്ലക്കർ എടുത്ത് നമുക്ക് ഓരോ ബോളും നമുക്കൊന്ന് എടുത്തിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഗമ്മ ഉണ്ടാ നമുക്കിങ്ങനെ ഒന്ന്, കാരണം കയ്യിൽ വെക്കുമ്പോഴേക്കും നമുക്ക് പ്രയാസമാണല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് ഓരോന്ന് ഇങ്ങനെ ഓരോ ഇതിൽ നമുക്ക് ബോളൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് എല്ലാ സൈഡിലും നമുക്ക് ഇങ്ങനെ ബോളൊന്ന് വെച്ചിട്ട് കണ്ടോ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അത് ഒരാളെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കുക എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് ഡെക്കറേഷൻ ചെയ്യുന്നത്. അപ്പൊ നമ്മളെ ക്രിസ്മസ് ട്രീ ഒക്കെ റെഡി ആയിട്ടുണ്ടല്ലേ. എത്ര എളുപ്പം ചെയ്യാൻ പറ്റും നോക്കുക. അതിൻ്റെ അത് ഡെക്കറേഷൻ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ഡെക്കറേഷൻ ചെയ്യാം. ഇപ്പൊ ഇത്രയും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. കൂട്ടുകാർക്കൊക്കെ ഇത് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.